ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 2 ദിവസം മുന്നേ വാഗമണ്ണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാഗമണ്ണിലെ നഴ്സറി നമ്മളൊന്ന് സന്ദർശിക്കുകയുണ്ടായി. ഈ കാണുന്നതൊക്കെ ആന്തൂറിയത്തിൻ്റെ ചെടികളാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി ഉള്ള ഒരു ഫ്ലവർ നഴ്സറി തന്നെയാണ്. ആന്തൂറിയത്തിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇതിൽ വെള്ളയുണ്ട്, റെഡുണ്ട്, റോസുണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റികളുണ്ട്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കൂ. ഒരുപാട് വിസ്മയങ്ങൾ കാണാനുണ്ട് ഈ വീഡിയോയിൽ തന്നെ. കണ്ടോ, ഇതൊക്കെ നമുക്ക് വീഡിയോ കാണുമ്പോൾ വിചാരിക്കും പ്ലാസ്റ്റിക് പൂവാണെന്ന്. പക്ഷേ ഇത് നേരിട്ട് കാണുമ്പോഴാണ് നമുക്കിതിൻ്റെ അത്ഭുതം നമുക്ക് കാണാൻ പറ്റുക. കണ്ണിന് അത്രയും വിസ്മയം തോന്നുന്ന കാഴ്ചകളാണ് അവിടെ പോയപ്പോൾ കാണാൻ പറ്റിയത്. ഒരുപാട് വെറൈറ്റികളുള്ള ഒരു വാഗമണ്ണിലൊരു നഴ്സറിയാണ്. അത്യാവശ്യം സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു വില തന്നെയാണ് ഇവിടെ ഉള്ളൂ. ഈ ഫ്ലവറിൽ തന്നെ ഒരു 5-6 വെറൈറ്റി ഉണ്ട്. പിന്നെ നമ്മുടെ അവിടെ ഒന്നും, ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് പോയത്, നമ്മുടെ അവിടെ ഒന്നും കാണാൻ പറ്റാത്ത ഒരുപാട് ചെടികളും സസ്യത്തൈകളും കാണാൻ പറ്റി ഇവിടെ. ഈ നഴ്സറി നമുക്ക് സന്ദർശിക്കണമെങ്കിൽ കാശൊന്നും വേണ്ട. എന്തായാലും വാഗമൺ പോകുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ വാഗമൺ നഴ്സറി. കുറച്ചങ്ങോട്ട് മുകളിലേക്ക് കയറി പോകണം. പിന്നെ പലതരം ഈ പുല്ലുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. ചിലതിലൊക്കെ ഫ്ലവേഴ്സ് ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ. ഈ നഴ്സറി സ്ത്രീകൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും നമുക്ക്. അപ്പോൾ അത് കണ്ടപ്പോൾ നിങ്ങളതിനെ ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചു. നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പല ചെടികളുടെയും പേരുകൾ നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മൾ പറയുന്നത്. ഇവിടെ വിത്തുകളൊക്കെ പാകി മുളപ്പിക്കാനുള്ള ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ചെടിച്ചട്ടികളിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ വിത്തുകൾ മുളച്ചു തുടങ്ങി. ഇവിടെ ഇതുപോലെ ഗ്രാഫ്റ്റിങ്ങും ബെഡിങ്ങൊക്കെ ഉണ്ട്. വിത്തുകളൊക്കെ ഉണ്ടോ, വലിയ വലിയ ഇതുപോലത്തുള്ള കൊട്ടകളിൽ നിറച്ച് വെച്ചിരിക്കുന്നു. ഒരുപാട് സ്ഥലം വിസ്തൃതമായി കിടക്കുന്ന ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഈ നഴ്സറി. പല നഴ്സറിയിലും നമ്മൾ പോയി കഴിഞ്ഞാൽ ഓരോ ചെടികളുടെയും പേര് എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ആകാനൊന്നും കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാത്തത്. പിന്നെ നമുക്ക് അറിയാവുന്ന കുറച്ച് ചെടികളുടെ പേരൊക്കെ നമ്മൾ പറഞ്ഞു. ഈ നഴ്സറിയിൽ ഓർക്കിഡ് അങ്ങനെ കാണാൻ പറ്റിയില്ല കേട്ടോ. ഓർക്കിഡ് അല്ലാത്ത ഒരുതുള്ള എല്ലാ ചെടികളും നമ്മൾ കാണാൻ പറ്റി. ഇതതിൻ്റെ അപ്പുറത്തുള്ള ഒരു സ്ഥലമുണ്ട്. ഇവിടെ അധികം റോസ കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ കൃഷി. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അലൗഡ് അല്ല. അപ്പോൾ പാസ് എടുത്തിട്ട് കയറണം. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ഒരുപാട് നേരം വൈകിയത് കൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. ഇതതിൻ്റെ തൊട്ടപ്പുറത്തുള്ള
ബുഷ് കൊണ്ടൊക്കെ നമ്മൾ പറയില്ലേ, ബുഷ് കൊണ്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ രൂപങ്ങളാണ്. ഈ ചെടികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ, നഴ്സറിയിൽ. എന്തായാലും വീഡിയോ ഒന്ന് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.